ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പത്തലും ചിക്കൻ കറി ആയാലോ, നല്ല കോംബോ അല്ലേ. അപ്പോൾ വാ. അപ്പോൾ ഞാനിവിടെ പുട്ടുപൊടിയും കൊണ്ടാണ് കേട്ടോ പത്തൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കണത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ പൊടിയും കൊണ്ടോ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർക്കണം കേട്ടോ. 1.5 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളമാണ്. കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും പിന്നെ വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും ഇതൊന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ അതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അതൊന്നും ഇങ്ങനെ ബോളാക്കി നമുക്ക് പരത്താൻ പറ്റണ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് ഇവിടെ ചിക്കൻ കറി റെഡിയാക്കാം. അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഒരു നോർമൽ ചിക്കൻ കറിയാണ് കേട്ടോ. ഉള്ളി ഒന്ന് ഉപ്പിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇടാൻ. എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കുക. അതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഒന്ന് കുക്കായി വന്നാൽ പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒരു വെള്ളം ഒന്നും ഇങ്ങനെ കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള ചിക്കൻ കറി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പത്തൽ റെഡിയാക്കാം. ഞാനൊരു ഷീറ്റിൽ ഇങ്ങനെ എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ച് പ്രസ് ചെയ്തിട്ടാട്ടോ ഷേപ്പാക്കി എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് കൈയും കൊണ്ടൊന്നും ഇങ്ങനെ അമർത്തിയിട്ട് സൈഡൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം എണ്ണയിൽ പൊരിച്ചെടുക്കുക. ഇത് വല്ലാണ്ട് എണ്ണ പിടിക്കൂല കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക.